ഇന്ന് ക്രിസ്ത്യാനികളെ അബ്ദത്തിൽ തള്ളിയിട്ട പിശാച് എന്ന ആ മെയിൻ ടൈറ്റിലിന്റെ കീഴിൽ നാം മറ്റൊരു ടൈറ്റിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് മൂന്നാമത്തെ സന്ദേശമാണ്. അപ്പോ വളരെ ശ്രദ്ധയോടെ ഇത് തിരിച്ചറിയുക. ക്രിസ്ത്യാനികളെ അബ്ദത്തിൽ തള്ളിയിട്ട പിശാച്. ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. Dear brothers, so we are discussing, for the past few weeks, we have been discussing under the topic of Satan who has pushed Christians into a mistake or into a heresy. So in that, with respect to that, we are familiar with the verse that may Satan not defeat us, we should not be unaware of his tricks. പറഞ്ഞു നോക്കിയേ, എന്നെ ദൈവിഷ്ടത്തിലേക്ക് നടത്താത്ത സുവിശേഷങ്ങൾ ഒരു ചതിയാണ്. ഹല്ലേലൂയ. എങ്ങനെയാ ചതിയാകുന്നേ? അവസാനം യേശു പറയും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് എവിടെയാ കിടക്കണ്ടേ? ഏതെങ്കിലും ഒരു XYZ സഭയിൽ കടന്നാൽ മതിയോ, അതോ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കണോ? തീരുമാനം നമ്മുടേതാണ്. Dear brothers, let me emphasize it all over again. All gospels that do not teach the will of the Father and does not lead us to do the will of God, will of the Father, such gospels are deception. So dear brothers, take stock and reflect on yourself. Where do we want to enter? Do we want to enter the kingdom of God, or do we want to enter some XYZ church? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇതില് നിങ്ങൾ ചിലരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ത്രിയേക ദൈവത്തെ കൊണ്ടുവന്നത് മുഖേനയാണ്, അത് വൺ ഓഫ് ദ മെയിൻ റീസൺ. അങ്ങനെ കൊണ്ടുവന്നത് മുഖേനയാണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്തെന്ന് അറിയാതെ പോയത്. Dear brothers, I would like to have some of you also participate in this discussion. So it is because of this doctrine of Trinity that came around that people were blinded about what God's will is for us. ആക്ച്വലി ജനം കൺഫ്യൂഷനിലാണ്. ആ ജനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യേശുക്രിസ്തു ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡോക്ടറിനാണെന്ന് പറഞ്ഞിട്ടാ ജനം ചിന്തിക്കണേ. അപ്പോസ്തലന്മാര് പ്രസംഗിച്ച ഇതാണെന്നാണ്. ആക്ച്വലി അപ്പോസ്തലന്മാരോ യേശുവോ ബൈബിളോ ഒന്നും ഇത് പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇത് അവരൊക്കെ പോയതിനു ശേഷം ഏകദേശം ഒരു 10-12 തലമുറ കഴിഞ്ഞ ശേഷം അപ്പോഴൊന്നും ഈ സംഭവം ഇല്ല. തുടർന്ന് AD 381 ചേർന്ന ഒരു ക്രിസ്തീയ കൗൺസിൽ, ആ കൗൺസിലാണ് ഈ ത്രിയേക ദൈവത്തെ റിലീസ് ചെയ്തത്. അപ്പോൾ തന്നെ അതിനെ എതിർത്തവരും ഉണ്ട്. ഇത് യേശു എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, പിതാവ് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, അപ്പോസ്തലന്മാർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ കാലത്തൊന്നും ഇതില്ല. എന്നാൽ പിശാച് ഒരു 10-12 തലമുറ കഴിഞ്ഞ ശേഷം, ഏകദേശം യേശു ക്രിസ്തു ഇവിടുന്ന് പോയതിന് ഏകദേശം 350 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചോണ്ട് പോകാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കും. ആ വിപരീത ഉപദേശത്തിൽ പെട്ടതാണ് ഒന്ന്. ഈ വിപരീത ഉപദേശം എന്ത് ചെയ്തു? നമ്മളെ പറ്റിയുള്ള ദൈവ ഇഷ്ടത്തെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. നമുക്ക് പിന്നെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ബൈബിളിൽ എഴുതി വെച്ചാലും പറയാൻ പറ്റത്തില്ല, പുതിയ സൃഷ്ടിയിൽ യേശു ക്രിസ്തു നമ്മുടെ സഹോദരനാണെന്നും നാം യേശുവിന്റെ കൂട്ടവകാശികളാണ് എന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഉപദേശം, ഒരു ഡോക്ട്രിൻ സെറ്റ് ചെയ്തു വെച്ചു. നമ്മുടെ പിതാക്കന്മാർ അത് പർപ്പസിന് ചെയ്തതല്ല. അവർ കാര്യങ്ങളെ എല്ലാം ഒന്ന് ക്രോഡീകരിക്കുക, ഒന്ന് സിൻക്രോണൈസ് ചെയ്യുക ചെയ്തതാണ്. പക്ഷെ പിശാചിന് ഇതൊരു വലിയ കോട്ടയായി തീരുവാൻ ഇടയായി. So dear brothers, there are many among us who have this who are taught falsely that the doctrine of Trinity was something that was taught by Jesus or his apostles. That is wrong. Neither Jesus nor his apostles knew or neither Jesus nor his apostles taught anything like the Trinity in the Bible. So the doctrine of Trinity was taught around 10 to 12 generations after the generation of our Lord Jesus and his apostles. And at that point of time, it was done in AD 381 in the Constantinople Council, where it was released. And at that point of time, our forefathers they did not intentionally try to bring a heresy into the church, but they tried to synchronize everything in the church. And as a result, this doctrine of Trinity was released, and this became a massive fort in favor of Satan. And because of this Trinity, people are blinded from the will of the Father, and they are unable to repeat these verses that we will be brothers of our Lord, that Jesus will be brother for us, that we will be brothers of our Lord Jesus Christ and co-heirs with our Lord Jesus Christ. They are unable to repeat these verses even though they read it. Hallelujah. So, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചിന്തിച്ചത് ഈ ട്രിനിറ്റി സ്ഥാപിക്കാൻ വേണ്ടി
ബൈബിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബൈബിളിൽ നിന്ന് വചനം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളത് വായിച്ചാലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് വായിച്ചാലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മളിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ഇത് മനസ്സിലാകാത്തവർക്ക് പറയാം. ഇതാ ഒരിക്കല് ഒരാള് തോട്ടം വാങ്ങിച്ചു. ആ തോട്ടം വാങ്ങിച്ചപ്പോ അദ്ദേഹത്തിന് അതിന്റെ ഉള്ളില് ഒരു വീട്, ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യണം. അപ്പൊ ഫാം ഹൗസ് സെറ്റ് ചെയ്യാനായിട്ട് ലാൻഡ് നോക്കിയപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡിന് മുഴുവൻ കാപ്പിച്ചെടികൾ നിൽക്കുക, മറ്റു പല പല മരങ്ങൾ നിൽക്കുക. അങ്ങനെ ആ വീട് ഉണ്ടാക്കാനുള്ള, ഫാം ഹൗസ് ഉണ്ടാക്കാനുള്ള സ്ഥലത്തെ മുഴുവൻ കാപ്പിച്ചെടികളും മറ്റ് ചെടികളും മരങ്ങളും അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇതേപോലെ എന്നിട്ട് അവിടെ വീട് വെച്ചു. ഇതേപോലെ ട്രിനിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിലെ കുറെ വചനങ്ങൾ അങ്ങ് വെട്ടിക്കളഞ്ഞു. പിടുത്തം കിട്ടിയ പിന്നെ മേലാൽ ചർച്ചിൽ ആ വചനങ്ങൾ വായിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ചില വചനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ. So, dear brothers, now let us go through a few verses in the Bible which were struck out from the Bible in order to establish Trinity. By struck out, I don't mean that these were removed from the Bible; they are still in the Bible. But when a person reads these verses, they are blinded to these verses. They don't repeat these verses, or they don't read these verses in the church as well. So, let me give you an analogy. So once there was a person who went and bought a small plantation, and in the middle of the plantation he wanted to build a small farmhouse. And in the locality that he wished to build a farmhouse, he saw that there are many coffee plants and some other plants over there. But in order to build that farmhouse, he cut down all these other plants and built his farmhouse in that location. In the same way, there are many verses in the Bible which are struck out in the sense that these are no longer read in the churches. Even if people read it, they don't really repeat it, or they are blinded to this because of the doctrine of Trinity. Let us go through some of those verses. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഭൂമിയിൽ താൽക്കാലിക വാസത്തിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എന്റെ എല്ലാ സഹോദരങ്ങളെയും അറിയുകയാണ്. ദൈവത്തിന്റെ ജീവനും സമാധാനവും അനുഗ്രഹവും ദൈവത്തിന്റെ സത്യവും എല്ലാം നിങ്ങൾ സമൃദ്ധമായി വാഴുവാൻ ഇടയാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ to everyone, especially those who are living as aliens in this world, especially to those who belong to the body of Christ. May God's life, peace and prosperity abundantly reign in your life. ബൈബിൾ ക്ലാസ്സുമായുള്ള ബന്ധത്തിൽ ഇന്ന് ക്രിസ്ത്യാനികളെ അബ്ദത്തിൽ തള്ളിയിട്ട പിശാച് എന്ന ആ മെയിൻ ടൈറ്റിലിന്റെ കീഴിൽ നാം മറ്റൊരു ടൈറ്റിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. ഇത് മൂന്നാമത്തെ സന്ദേശമാണ്. അപ്പോ വളരെ ശ്രദ്ധയോടെ ഇത് തിരിച്ചറിയുക. ക്രിസ്ത്യാനികളെ അബ്ദത്തിൽ തള്ളിയിട്ട പിശാച്. ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. Dear brothers, so we are discussing for the past few weeks we have been discussing under the topic of Satan, who has pushed Christians into a mistake or into a heresy. So in that, with respect to that, we are familiar with the verse that may Satan not defeat us, we should not be unaware of his tricks. സഹോദരങ്ങളെ, ചോദ്യം കേട്ടോ, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. സെക്കൻഡ് കൊരിന്ത്യൻസ് അതിന്റെ 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആ വചനം നമുക്ക് വായിക്കാം. ആ വചനം ഇങ്ങനെയാണ്. വചനം വായിക്കാൻ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അപ്പോ സഹോദരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കാറുണ്ടോ? ക്രിസ്ത്യാനികളെ എന്റെ സഹോദരനോട് ചോദിക്കുന്നത്, സാത്താൻ നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ?
ഇന്ന് രാവിലെ മുതൽ ആരെങ്കിലും ചിന്തിച്ചായിരുന്നു ഇത് ക്രിസ്ത്യ ലോകം ചിന്തിക്കുന്നതേ ഇല്ല. ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം. കർത്താവിന്റെ വചനം പറയാ, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. നമ്മൾ മനുഷ്യർ നമ്മളെ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ സാത്താൻ തോൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യ ലോകം മുഴുവൻ, ഓൾമോസ്റ്റ് ഓൾ, സാത്താനാൽ തോറ്റ് കിടക്കുകയാണ്. Dear brothers, so this is a verse that is familiar with most of you. Let me read that verse. This is 2 Corinthians chapter 2 verse 11. So that no advantage would be taken of us by Satan, for we are not ignorant of his schemes. So dear brothers, when we live in this world, we are taking a lot of precautions so that men do not take advantage of us. But dear brothers, when you live in this world, how many of you are taking precautions so that Satan does not take advantage of us, that Satan does not defeat us? It's sad. It is with sadness that I have to say that quite a lot of Christians do not do that, and as a result, they are getting taken advantage of by Satan on a regular basis. അതുപോലെ നിങ്ങൾ പലരും ചോദിക്കും, സാത്താൻ എങ്ങനെയാ തോൽപ്പിക്കുന്നത്? ഞങ്ങൾ യേശുക്രിസ്തു രക്തത്താൽ ജയം പ്രാപിച്ചല്ലോ എന്നൊക്കെ ചോദിക്കുമായിരിക്കാം. തീർച്ചയായും യേശുക്രിസ്തു നമുക്ക് തന്റെ രക്തത്തിലൂടെ സാത്താന്റെ കീഴിൽ നിന്ന് ജയം നൽകി. പക്ഷെ ഇന്നും സാത്താൻ നമ്മളെ തോൽപ്പിക്കുകയാണ്. സാത്താൻ നമ്മളെ ബന്ധനത്തിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ബന്ധനത്തിൽ നിന്ന് അഴിയുന്നത്? യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? യോഹന്നാൻ സുവിശേഷം 8:32 യേശു പറയാണ്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. അപ്പോ സ്വതന്ത്രമാകണമെങ്കിൽ എന്തറിയണം? നമ്മളെ കുറിച്ചുള്ള സത്യം നാം അറിയണം. നാം ആരാണ്? നമ്മുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി എന്താണ്? എങ്ങനെ ആ പദ്ധതി ഞാൻ എത്തിച്ചേരും എന്നൊക്കെയുള്ള ആ പദ്ധതി അറിഞ്ഞ് അതിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാം ജയം പ്രാപിക്കുന്നത്. അപ്പോ ഇതൊന്നും പറഞ്ഞാലും ജനത്തിന്റെ അകത്തേക്ക് കയറാത്ത രീതിയിൽ അവരുടെ മനസ്സ് മൂടപ്പെട്ടിരിക്കുകയാണ്, ഇരുണ്ടുപോയിരിക്കുകയാണ്. ഇവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ മൊഴികളിലൂടെ, സത്യത്തിലൂടെ നാം സ്വതന്ത്രമായെങ്കിലേ ജയം പ്രാപിക്കാൻ കഴിയുക. Dear brothers, now many of you may ask, how is Satan defeating us or taking advantage of us? Aren't we all saved by the blood of our Lord Jesus Christ? So the answer is yes, we are saved by the blood of our Lord Jesus Christ. But still, if you look around, quite a lot of Christians are being taken advantage of by Satan. They are under bondage from Satan. And how do they get out of this bondage from Satan? And the answer to that is the words of our Lord Jesus Christ, that he said in John chapter 8 verse 32. And let me read that verse. And you will know the truth, and the truth will set you free. So in order to be free, we should know the truth. So, but unfortunately, a large number of Christians do not know what is God's plan, do not know who we are, or what is God's plan for us in this world, or how we should live in this world. And as a result of that, they are not yet free. പ്രിയ സഹോദരങ്ങളെ, സത്യം, നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം നാം തിരിച്ചറിയാതിരിപ്പാൻ പിശാച് ലോകത്തിൽ ധാരാളം മതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ മതങ്ങൾ എല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ സത്യം അറിയാതിരിക്കാൻ നമ്മളെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ജയിലുകളാണ്. അതെല്ലാം ഇരുട്ടാണ്. എന്നാൽ സത്യമെന്നും പറഞ്ഞുകൊണ്ട് സത്യമല്ലാത്ത ആത്മീയത വെളിപ്പെടുത്തുന്ന ക്രിസ്തീയ പദ്ധതിയുണ്ട്. അത് ഇരുട്ടല്ല, അത് കൂരാകൂരിരുട്ട്. കാരണം ജനം വെളിച്ചമെന്ന് ചിന്തിച്ചുകൊണ്ടാണ്
ഈ ദൈവിക മാർഗത്തിലേക്ക് വരുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ദൈവിക മാർഗം അല്ല എങ്കിൽ അത് കൂരാക്കൂരിട്ടാണ്. അപ്പൊ കൂരാക്കൂരിട്ടേക്കാൾ നല്ലത് ഇരുട്ടായിരുന്നു. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ വെളിച്ചം എന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ഇരുട്ടായെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. അപ്പോ മൊത്തത്തിൽ പിശാചിന്റെ ജയിലും, എന്നാൽ ജയിലിന്റെ ഉള്ളിലെ ജയിലായ കുണ്ടറകളും ഒക്കെയാണ് ചുറ്റും പിശാച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ദൈവത്തിന്റെ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മുടെ ഹൃദയം തുറന്നു തന്നാൽ നാം അനുഗ്രഹീതരാണ്. അതിന് താഴ്മ ധരിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. So, dear brothers, in order that the truth of the gospel is not revealed to the world, Satan has filled this world with quite a lot of traps. And one of the major traps that he has filled is he has created a lot of fake religions in this world. And all these fake religions are darkness. But in addition to that, there are also people who come as Christians who claim to be teaching the truth, the light, but they are giving us spirituality without the truth. So if these false religions are darkness, then this Christianity which does not teach the truth, that is extreme darkness or darkness among darkness. So what we have is a situation where Satan has filled this entire world with a lot of prisons around us, prisons and dungeons to trap us. And then there are prisons within prisons. And among all these, if God opens your hearts to know the truth, only then you will be saved. So I request, dear brothers, to humble yourself before God and wait for His word. ജസ്റ്റ് അതിനെ പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും തരം ഉണ്ടോ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു മത്തായി 7:21, 22, 23 പറഞ്ഞ ജഡ്ജ്മെന്റ് തന്നെ മതി അതിനെ പ്രൂവ് ചെയ്യാനായിട്ട്. ആ ജഡ്ജ്മെന്റ് സീറ്റിന് മുമ്പിൽ നിൽക്കുന്നവർ ഇന്നത്തെ ക്രിസ്തീയ റിലീജിയന്റെ സുവിശേഷീകരണമൊക്കെ കഴിഞ്ഞവരാ. നമ്മുടെ സുവിശേഷീകരണത്തിൽ നമ്മൾ എന്നാ പറയണേ? യേശുവിനെ കർത്താവായി സ്വീകരിക്കാനല്ലേ? അവര് യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ. പിന്നെ നമ്മുടെ സുവിശേഷീകരണത്തിൽ എന്നാ നമ്മൾ പറയണേ? സുവിശേഷം അറിയിക്കാനല്ലേ? അവര് സുവിശേഷം അറിയിച്ചവരാ. പിന്നെ നമ്മുടെ സുവിശേഷത്തിൽ എന്നാ പറയണേ? കൃപാവരങ്ങൾ പ്രാപിച്ച് രോഗികളെ സൗഖ്യമൊക്കെ, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിക്കും. ഹൈ ലെവൽ സ്പിരിച്വാലിറ്റി ആയി അല്ലേ? അവരതെല്ലാം കഴിഞ്ഞവരാ. പക്ഷെ യേശുക്രിസ്തു ഇവരാരെയും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞേ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു? യേശുവിനോട് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു. അവർ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു, ശുശ്രൂഷകൾ ധാരാളം ചെയ്തു. കർത്താവ് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോവുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. അപ്പോ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ പിതാവിന്റെ ഇഷ്ടമില്ലാത്ത സുവിശേഷീകരണങ്ങളൊക്കെ ചതിയ. ഹലോ, പിതാവിന്റെ ഇഷ്ടമില്ലാത്ത സുവിശേഷങ്ങളെല്ലാം ചതിയ. വ്യക്തമായി തിരിച്ചറിയുക. കാരണം സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ യേശുക്രിസ്തു, ഒറിജിനൽ യേശു നമ്മൾ ആവശ്യപ്പെടുന്നത് നാം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ ഇല്ലയോ എന്നാണ്. Dear brothers, now some of you may ask for evidence that support this from the Bible. So the evidence is very clear. It is Matthew 7 verse 21 to 23 itself. Here, if you look at it, if you look at it, there are a group of people who are being rejected by our Lord Jesus Christ. And if you look at them by the standards of today's Christianity, they are all Christians. They are all being Christianized. They call Jesus Lord, Lord. That is accepting Jesus as Lord is a very important part of Christianity. That is even preached even by words Christianity today. They also preach the gospel. They also cast out demons and perform many miracles. So they are not just normal Christians by today's standards. They are like high-level Christians by today's standards. But still, what does our Lord Jesus say to them? He says to them that not everyone who says to me, Lord, Lord, will enter the kingdom of heaven. So here they did say to Jesus that
Lord. So that we know from this verse itself. So Jesus says that, but he who does the will of my Father who is in heaven will enter. Many will say to me on that day, Lord, Lord, did we not prophesy in your name, and in your name cast out demons, and in your name perform many miracles? And then I will declare to them, I never knew you. Depart from me, you who practice lawlessness. So what we see here is that in order to enter the kingdom of heaven, you should do the will of the Father. And dear brothers, let me make it clear to you: if any gospel or Christianity does not teach to you the will of the Father, then that is deception. They are deceiving you. ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോല്ലോ. ദൈവ ഇഷ്ടം പറയാതെ ബാക്കിയുള്ളതെല്ലാം നമ്മളോട് പറഞ്ഞ് നമ്മളെ ദൈവ ഇഷ്ടത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യാതെ ബാക്കി ചെയ്യുന്നതെല്ലാം കൊണ്ട് പ്രയോജനം ഇല്ലാന്നായി പറഞ്ഞ്. കാരണം യേശുക്രിസ്തു പറഞ്ഞു, അതായത് നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത് നമ്മളെ ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് കയറ്റിവിടുന്നു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. യേശുക്രിസ്തു പറഞ്ഞത് എങ്ങനെയാണ്? ആകാശം മാറും, ഭൂമി മാറും, എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു മെജോറിറ്റി പോകുന്നത് നാശത്തിലേക്കാണ്. ജീവങ്കിലേക്ക് പോകുന്നവർ മൈനോറിറ്റിയാണ്. ആ വഴി കണ്ടെന്നത് ചുരുക്കമാണ്, വഴി ഇടുങ്ങിയതാണ്. മെജോറിറ്റി പോകുന്നത് നാശത്തിലേക്ക്. അതുകൊണ്ട് ലോകത്തിൽ മെജോറിറ്റി ഉള്ളവർക്കാണ് ഭരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ദൈവ ഇഷ്ടം ചെയ്യുന്ന മൈനോറിറ്റിയാണ് ജയം പ്രാപിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. വീണ്ടും ഉറപ്പിച്ച് പറയാം, ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മളെ നയിക്കാത്ത, വെറും ആരാധനയിൽ ഒതുക്കുന്ന, യേശുവിനെ കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ച് സ്വീകരിപ്പിച്ച ആരാധനയിൽ ഒതുക്കുന്ന എല്ലാ ശുശ്രൂഷയും ദൈവ ഇഷ്ടത്തിലേക്ക് നടത്താത്തതെല്ലാം കൊടും ചതിയാണ്. So, dear brothers, so what this means is that any gospel or anyone who comes and teaches you everything about Christianity except for the will of the Father, they teach you everything, but they teach you the gospel, they teach you everything except the will of the Father. Such a Christianity is deception. So there are many among us who think that because many who think that because they are majority, they will enter the kingdom of God. But that's not true. Our Lord Jesus himself said that the heaven and earth may change, but my words won't change. And our Lord Jesus himself said that the majority will go to destruction, but narrow is the path that leads to life, and only a minority will go to life. So, dear brothers, in the final kingdom of God, majority won't be it won't be the majority that goes to life, but the minority that does the will of the Father that will enter the kingdom. So let me repeat, every gospel that teaches you everything except for the will of the Father, such a gospel is a very big deep deception. ഒന്ന് പറഞ്ഞു നോക്കിയേ, ദൈവ ഇഷ്ടമില്ലാത്ത സുവിശേഷങ്ങൾ ഒരു ചതിയാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്നെ ദൈവ ഇഷ്ടത്തിലേക്ക് നടത്താത്ത സുവിശേഷങ്ങൾ ഒരു ചതിയാണ്. ഹല്ലേലൂയ. എങ്ങനെയാ ചതിയാകുന്നേ? അവസാനം യേശു പറയും, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്റെ പ്രിയ മക്കളെ, നിങ്ങൾക്ക് എവിടെയാ കിടക്കേണ്ടേ? ഏതെങ്കിലും ഒരു XYZ സഭയിൽ കടന്നാൽ മതിയോ, അതോ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കണോ? തീരുമാനം നമ്മുടേതാണ്. Dear brothers, let me emphasize it all over again. All gospels that do not teach the will of the Father and does not lead us to do the will of God, will of the Father, such gospels are deception. So, dear brothers, take stock and reflect on yourself. Where do we want to enter? Do we want to enter the kingdom of God, or do we want to enter some XYZ church? ഇവിടെ മറ്റു മതങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. പകരം
ദൈവിഷ്ടത്തെ തടയുവാൻ പിശാച് ക്രിസ്തീയ സഭകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ അതിലൊന്ന് നിങ്ങളോട് പറയാം. ദൈവിഷ്ടത്തെ തടയുവാൻ പിശാച് ഉപയോഗിക്കുന്ന പല ക്രമീകരണങ്ങൾ ഒന്നാണ് ദൈവം ത്രിയേകനാണ്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോ പലർക്ക് ഹൃദയങ്ങളിൽ മുറിവേൽക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ മുറിവേൽപ്പിക്കാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല, പകരം സത്യം നിങ്ങളെ അറിയിച്ച് നിങ്ങളുടെ ഉടമസ്ഥനായ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ക്രിസ്തുവിലൂടെ എത്തിക്കാനാണ് ഈ സന്ദേശം അറിയിക്കുന്നത്. കാരണം ഈ ത്രിയേകത, ദൈവം ത്രിയേകനാണ് എന്നുള്ള സന്ദേശം നിങ്ങൾക്കറിയോ, അത് ആക്ച്വലി നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടത്തെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. പിശാച് കെട്ടിയിരിക്കുന്ന ഒരു വൻ കോട്ടയാണത്. നാം ദൈവ ഇഷ്ടം അറിയാതിരിപ്പാൻ കെട്ടിയിരിക്കുന്ന കോട്ട. ദൈവം ഏകനാണ്, എന്നാൽ തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ത്രിയേകം. നമ്മളുടെ പിതാക്കന്മാർ, ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മളുടെ പിതാക്കന്മാർ യേശു ക്രിസ്തുവോ അപ്പസ്തോലന്മാരോ ആദിമ ക്രിസ്ത്യാനികളോ ബൈബിളോ പറയാത്ത ഈ കാര്യം AD 381 അവർ എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തതാ. അവര് ചതിക്കാൻ വേണ്ടിയല്ല അത് ചെയ്തെടുത്തത്. അവരിത് ചെയ്തെടുത്തത് പുതിയ ഉടമ്പടി പുസ്തകം വായിക്കുമ്പോ അതില് പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് സമന്വയിപ്പിക്കാനായിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സിങ്ക്രോണൈസ് ചെയ്യാനായിട്ട് അവര് നോക്കി. അതിന്റെ ഫലമായി ഈ ത്രിയേക ദൈവം കടന്നു വന്നു. പലരും അതിനെ എതിർത്തു. എതിർത്തവരെയൊക്കെ നാട് കടത്തി. കാരണം ഇത് നടത്തിച്ചവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്തു ഒക്കെ പോയതിനു ശേഷം ഏകദേശം ഒരു 350 വർഷം കഴിഞ്ഞിട്ട് വന്ന ഒരു ടീച്ചിങ് ആണ് ഈ ത്രിയേകത അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്നുള്ളത്. പക്ഷേ ഒരു ത്രിയേക പ്രവർത്തനം ബൈബിളിലുണ്ട്, ഒരു ത്രിയേക ദൈവം ബൈബിളിലില്ല. ആ ത്രിയേക പ്രവർത്തനത്തിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോയതാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും പറ്റുമെന്ന് നോക്കാം. So, dear brothers, today we won't be speaking about other religions, but we will be speaking about an arrangement that Satan has prepared within the church itself to prevent people from knowing the will of the Father. And that arrangement is the doctrine of Trinity. So, this doctrine says that God is triune, or God is Trinity, or God is triune. And if anyone follows this doctrine, what will happen is that he will be cut off from the will of the Father. So, dear brothers, according to the Bible, God is one, but God the Father is one, but God's working through our Lord Jesus Christ is triune, or 3 in 1. And so what happened is that in the our forefathers, they did not do this intentionally to deceive us, but when they read the Bible, they saw the working of the Father, the working of the Son, and working of the Holy Spirit. And in order to synchronize this, they created
this doctrine in somewhere around AD 321, and because there were many people who opposed this, but because the people who created this had the political support of the Roman emperor, they were able to exile everyone who opposed this doctrine. So, dear brothers, according to the Bible, God is not triune. There is not triune God, but there is a triune working of God through His Son Jesus Christ, and that triune working is also called in the Bible as the law of the Spirit. പ്രിയ സഹോദരങ്ങളെ, ഞാന് ഇതില് നിങ്ങൾ ചിലരെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ ത്രിയേക ദൈവത്തെ കൊണ്ടുവന്നത് മുഖേനയാണ്, അത് വൺ ഓഫ് ദ മെയിൻ റീസൺ. അങ്ങനെ കൊണ്ടുവന്നത് മുഖേനയാണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്തെന്ന് അറിയാതെ പോയത്. Dear brothers, I would like Go ahead. Dear brothers, I would like to have some of you also participate in this discussion. So it is because of this doctrine of Trinity that came around that people were blinded about what God's will is for us. ഞാൻ നിങ്ങൾ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കാം. കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അടുത്ത ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓസ്ട്രേലിയയിലേക്ക് ദൊരോദ് സിസ്റ്ററോടെ ചോദിക്കുന്നത്, ദൊരോദ് സിസ്റ്ററെ, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? പ്രിസൈസ് ആയിട്ട് ഒരാൾ കേട്ട ആ വ്യക്തിക്ക് മനസ്സിലാകത്തക്കവണ്ണം ഒന്ന് പറയാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. ദൈവത്തിന്റെ മക്കളെ ഒരുക്കുകയാണ് നമ്മളിലൂടെ. ദൈവത്തിന്റെ പുത്രൻ യേശുക്രിസ്തുവിനെ അയച്ച് നമ്മളെ രക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച് ശുദ്ധീകരണത്തിലൂടെ നമ്മൾ ദൈവപുത്രന്മാരായി നമ്മളെ മാറ്റി പിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മളെ ചേർക്കുക എന്നുള്ളതാണ് നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം. അത് ഹെബ്രായർ 2:10 നമുക്ക് കാണാം. ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യരോടുകൂടെ വസിക്കുക എന്നുള്ളതാണ്. അത് 1 തെസ്സലോനിയർ 5:9-10 കാണാം. പിന്നെ റോമൻസ് 8:29 കാണാം. ഓക്കെ, സിസ്റ്റർ പറഞ്ഞത് കറക്റ്റ് ആണ്. അതിന്റെ കൂടെ സിസ്റ്റർ പറയാൻ ഭയപ്പെട്ടതും കൂടി ഞാൻ പറയാം. അങ്ങനെ നാം ദൈവത്തിന്റെ കുടുംബമാവുകയും ക്രിസ്തുവിന്റെ സഹോദരന്മാരാവുകയും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാവുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ദൈവം തന്റെ പുത്രനായ ഏകജാതനായ ക്രിസ്തുവിലൂടെ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുകയും ആ ക്രിസ്തുവിലൂടെ നാം ജയം പ്രാപിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് ജയം പ്രാപിച്ച് ദൈവ കുടുംബമായി തീരുവാൻ ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു. വെളിപ്പാട് 21:7 ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. റോമ 8:29 ഇങ്ങനെ പറയുന്നു, തന്റെ പുത്രനായ ക്രിസ്തു അതുവഴി അനേക സഹോദരന്മാരിൽ, ഇതെല്ലാവർക്കും പറയാൻ പേടിയാ, അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ മുൻ നിയമനം നമ്മൾ യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളായി മാറണം, യേശുക്രിസ്തുവിന് അനുരൂപമായി മാറണം. 8:17 പറയുന്നു, യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറണം. നാം ദൈവത്തിന്റെ മക്കളും ക്രിസ്തുവിന്റെ സഹോദരങ്ങളുമായി മാറണം. ക്രിസ്തു നമ്മുടെ നിത്യപിതാവുമായി തീരണം.
ഈ മഹാസത്യം ഇന്ന് സഭകളിൽ പഠിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം, ദൈവമക്കൾക്ക് പുറത്തേക്ക് ഉച്ചരിക്കാൻ പറ്റാത്തതിന്റെ കാരണം, ഒരു പ്രധാന കാരണം ത്രിയേക ദൈവമാണ്. കാരണം അങ്ങനെ ഒരു ദൈവം ബൈബിളിൽ ഇല്ല. ബാക്കി ട്രാൻസ്ലേഷന് ശേഷം പറയാം. So, dear brothers, our dear Dorothy sister was asked to summarize the gospel, summarize what is the will of the Father, and she has replied that. And she has replied, given a short summary of the summary she has given is that God is preparing sons for Himself, and in order to do that, He has saved us through the redeeming sacrifice of our Lord Jesus Christ, and He's having us follow our Lord Jesus Christ and grow and become His sons. And she has given Hebrews chapter 2 verse 10 in support of this. In addition, she also says, and in addition, God also wills that we desires to live with us, and she has given first Thessalonians chapter 5 verse 9 and 10 in support of that. In addition to that, God also desires that we will be His sons, and we will be His sons, and we will be brothers to His only begotten Son Jesus Christ, and begotten Son Jesus Christ, and we will be co-heirs with our Lord Jesus Christ. And in order for that, the verse in support of this is Romans chapter 8 verse 29. For those whom He foreknew, He also predestined to be conformed to the image of His Son, so that He would be the firstborn among many brethren. So God desires that Jesus will be the firstborn among many brethren, and we will be His firstborn. And He also says in Romans chapter 8 verse 17 that, and if children, it says about us, and if children, heirs also, heirs of God and fellow heirs with Christ, if we indeed suffer with Him, so that we may also be glorified with Him. So here we can see that God is preparing a family for Himself. God not only desires to live with us, He is also preparing a family for Himself, and He wishes that we will be brothers to His only begotten Son Jesus Christ, and we will be co-heirs with Jesus Christ, and God will be our father, and Jesus will be our eternal Father as well. പ്രിയ സഹോദരങ്ങളെ, Dear brothers, many people are unable to summarize this will of the Father because of this doctrine called Trinity. So Trinity or Triune God. So there isn't any Triune God described in the Bible. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും ചർച്ചകൾ കേട്ടിട്ടുണ്ടോ യേശു ക്രിസ്തു നമ്മുടെ സഹോദരനായി തീരാൻ ദൈവം മുൻ നിയമിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. ഒരാൾ മാത്രം, ജിൻസി സിസ്റ്റർ മാത്രം എവിടെയോ വെച്ച് കേട്ടിട്ടുണ്ട്, ഏതോ ഒരു ചർച്ച പറയുന്നതായിട്ട്. ഏത് ചർച്ചാണ് ജിൻസി സിസ്റ്ററെ അങ്ങനെ പറയുന്ന യേശു ക്രിസ്തു നമ്മുടെ സഹോദരനാണ് എന്ന് പറയുന്ന ഏത് ചർച്ച? എനിക്കും ആ ചർച്ച ഒന്ന് വിസിറ്റ് ചെയ്യാൻ താല്പര്യം. ഇവിടെ മാത്രമേ പറയുന്നത് കേട്ടുള്ളൂ. ഓ, അത് ശരി. ഓ, അപ്പൊ ഞാൻ നാളെ അവിടെ വിസിറ്റ് ചെയ്തോളാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇത് ബൈബിള് പറയുന്നത് തെറ്റായിട്ടാണോ? റോമ 8:29 യേശു ക്രിസ്തുവിനെ നമ്മുടെ സഹോദരനായി മുൻനിയമിച്ചിരിക്കുന്നു എന്നത് ബൈബിള് പറയുന്ന തെറ്റായിട്ടാണോ? ഹെബ്രായ ലേഖനം 2:11-12 യേശു നമ്മുടെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എന്നത് ബൈബിള് പറയുന്ന തെറ്റായിട്ടാണോ? യോഹന്നാൻ 20:17 യേശു ക്രിസ്തു മഗ്ദലനാക്കാരത്തി മറിയോട് പറയുന്നു, നീ പോയി എന്റെ സഹോദരന്മാരോട് പറ, ഞാൻ പപ്പയെ കാണാൻ പോവാണെന്ന് പറയുന്നത് യേശു സഹോദരന്മാരെന്ന് പറഞ്ഞത് തെറ്റായിട്ടാണോ? അതോ വേറെ എന്തെങ്കിലും അവരെ തടയുകയാണോ ഇത് പറയാതിരിക്കാൻ?
ഇതാണ് ചോദ്യം. അവരെ തടയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ത്രിയേക ദൈവമാണ്. ഈ ത്രിയേക ദൈവം അവിടെ നിൽക്കുമ്പോ എങ്ങനെ പറയാൻ പറ്റും ത്രിയേക ആ ദൈവത്തിൽ യേശുക്രിസ്തു അത്യുന്നതനായ ദൈവമാണ്. ആ അത്യുന്നതനായ ദൈവം എങ്ങനെ എന്റെ സഹോദരനാകും എന്ന ഒരു ചിന്ത ഇത് വായിക്കുമ്പോൾ ജനത്തിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കൊളത്തി കയറും. പിന്നെ ഇത് പറയാൻ ഒരുവനെങ്കിലും ധൈര്യപ്പെടുവോ? ത്രിയേക ദൈവം വന്ന് അതിനങ്ങ് ബ്ലോക്ക് ചെയ്യും. കാരണം യേശു ത്രിയേക ദൈവത്തിൽ ദൈവപുത്രനായ യേശു അത്യുന്നതനായ ദൈവമാണ്. ബൈബിൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പിശാച് നമ്മളെ പറ്റിച്ച് ആക്കി വെച്ചതാ. ഹല്ലേലൂയ. അതൊരു വമ്പൻ കോട്ടയായി നമ്മുടെ മനസ്സിൽ കിടക്കുക. നമുക്കൊരിക്കലും ബൈബിള് പറയുന്നത് പറയാൻ പറ്റത്തില്ല. യേശു ക്രിസ്തു നമ്മുടെ സഹോദരനായി ഉന്നയിപ്പിച്ചിരിക്കുന്നു എന്ന് ബൈബിള് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു കോട്ട കിടക്കുകയാണ്. യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവത്തെ കയറി ഞാൻ എങ്ങനെ എന്റെ സഹോദരൻ എന്ന് പറയും? So, dear brothers, have you heard in any other church where it is said that we are all predestined to be brothers of our Lord Jesus Christ? Have you heard it in any church? And this is not spoken in most churches, primarily because even though they read these verses, they are unable to express it. So the question that we are asking is this verse wrong? Are these verses mistaken? That is Romans 8, verse 29, where it is said that he predestined so that he would be the firstborn among many brethren. Or is this verse is the verse in Hebrews chapter 2, verse 11, where it said of Jesus that he is not ashamed to call them brethren? Are all these verses mistakenly written in the Bible? Or is it in John chapter 20, verse 17, where Jesus says that I ascend to my Father and your Father, my God and your God? Jesus is telling that the God the Father is both our Father. Is this mistakenly written in the Bible? The thing is, many people read this Bible, they see these verses, but they are unable to accept it because there is a hook called the concept of Trinity that is holding them back. So this idea of Trinity becomes a massive barrier between them and accepting these verses at face value. And that is because in the concept of Trinity, Jesus is part of the triune God, and as part of the triune God, Jesus is the Almighty or Most High God. Dear brothers, nowhere in the Bible is it said that Jesus is the Most High God. But because they believe as part of the doctrine of Trinity that this is the Most High God, then if they accept these verses, then according to them, does that mean that we are going to be brothers of the Most High God, that we are going to be co-heirs of the Most High God? So they are unable to accept these verses because of the doctrine of Trinity. But in the Bible, nowhere does it say that Jesus is the Most High God. ട്രിനിറ്റി മാത്രമല്ല, ഇതേപോലെ മറ്റ് കാര്യങ്ങളുണ്ട്. മോഡലിസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് വളരെ കുറച്ചു പേരെ അത് വിശ്വസിക്കുന്നുള്ളൂ എങ്കിലും കൂടുതൽ പേര് ട്രിനിറ്റിയിലാണ് വിശ്വസിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മോഡലിസംകാർക്കാണ് ഭൂരിപക്ഷം. കാരണം ട്രിനിറ്റിക്കാർക്ക് പോലും അറിഞ്ഞൂടാ ട്രിനിറ്റി എന്താണ്. ഓക്കെ, അപ്പോ ട്രിനിറ്റി വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഈ ജനം യഥാർത്ഥത്തിൽ മോഡലിസം തന്നെയാണ് വിശ്വസിക്കുന്നത്. മോഡലിസത്തിലേക്ക് വരുമ്പോ ഈ ദൈവം ചിലപ്പോ പിതാവായിട്ട് പ്രത്യക്ഷപ്പെടും, ചിലപ്പോ യേശുവായിട്ട് വരും, ചില സമയത്ത് പരിശുദ്ധാത്മാവായിട്ടും വരും. അങ്ങനെ അതിലേക്ക് വരുമ്പോ യേശുക്രിസ്തു തന്നെയാണ് യഥാർത്ഥത്തിൽ അത്യുന്നതനായ ദൈവം. ഇന്ന് ഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. So, dear brothers, in addition to Trinity, there is also another heresy called modalism, and most of the people, in my opinion, most of the people believe in modalism as well. Because even though the people who confess to believe in modalism is a minority, and the vast majority confess to believe in Trinity, the people who confess to believe in Trinity, they themselves do not know what Trinity is, and a vast majority of them, or quite a lot of them, I think, believes in modalism.
And this idea of modalism is that there is one God, and this God sometimes appears as the Father, sometimes appears as the Son, and sometimes appears as the Holy Spirit. So even in modalism, Jesus is the Most High God, and even the same issue comes in over there for which prevents them to accept these verses that we just read before. ആക്ച്വലി ജനം കൺഫ്യൂഷനിലാണ്. ആ ജനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യേശുക്രിസ്തു ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡോക്ടറിനാണെന്ന് പറഞ്ഞിട്ടാ ജനം ചിന്തിക്കണേ. അപ്പോസ്തലന്മാര് പ്രസംഗിച്ച ഇതാണെന്നാണ്. ആക്ച്വലി അപ്പോസ്തലന്മാരോ യേശുവോ ബൈബിളോ ഒന്നും ഇത് പ്രസംഗിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇത് അവരൊക്കെ പോയതിന് ശേഷം ഏകദേശം ഒരു 10-12 തലമുറ കഴിഞ്ഞ ശേഷം അപ്പോഴൊന്നും ഈ സംഭവം ഇല്ല. തുടർന്ന് AD 381 ചേർന്ന ഒരു ക്രിസ്തീയ കൗൺസിൽ, ആ കൗൺസിലാണ് ഈ ത്രിയേക ദൈവത്തെ റിലീസ് ചെയ്തത്. അപ്പോൾ തന്നെ അതിനെ എതിർത്തവരും ഉണ്ട്. ഇത് യേശു എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, പിതാവ് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല, അപ്പോസ്തലന്മാർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ആ കാലത്തൊന്നും ഇതില്ല. എന്നാൽ പിശാച് ഒരു 10-12 തലമുറ കഴിഞ്ഞ ശേഷം ഏകദേശം യേശു ക്രിസ്തു ഇവിടുന്ന് പോയതിന് ഏകദേശം 350 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചോണ്ട് പോകാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കും. ആ വിപരീത ഉപദേശത്തിൽ പെട്ടതാണ് ഒന്ന്. ഈ വിപരീത ഉപദേശം എന്ത് ചെയ്തു? നമ്മളെ പറ്റിയുള്ള ദൈവഇഷ്ടത്തെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. നമുക്ക് പിന്നെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ബൈബിൾ എഴുതി വെച്ചാലും പറയാൻ പറ്റത്തില്ല, പുതിയ സൃഷ്ടിയിൽ യേശു ക്രിസ്തു നമ്മുടെ സഹോദരനാണെന്നും നാം യേശുവിന്റെ കൂട്ടവകാശികളാണ് എന്നും ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു ഉപദേശം, ഒരു ഡോക്ട്രിൻ സെറ്റ് ചെയ്തു വെച്ചു. നമ്മുടെ പിതാക്കന്മാർ അത് പർപ്പസിന് ചെയ്തതല്ല. അവർ കാര്യങ്ങളെ എല്ലാം ഒന്ന് ക്രോഡീകരിക്കാൻ, ഒന്ന് സിൻക്രോണൈസ് ചെയ്യാൻ ചെയ്തതാണ്. പക്ഷെ പിശാചിന് ഇതൊരു വലിയ കോട്ടയായി തീരുവാൻ ഇടയായി. So, dear brothers, there are many among us who have this, who are taught falsely that the doctrine of Trinity was something that was taught by Jesus or his apostles. That is wrong. Neither Jesus nor his apostles knew neither Jesus nor his apostles taught anything like the Trinity in the Bible. So the doctrine of Trinity was taught around 10 to 12 generations after the generation of our Lord Jesus and his apostles. And at that point of time, it was done in AD 381 in the Constantinople Council, where it was released. And at that point of time, our forefathers they did not intentionally try to bring a heresy into the church, but they tried to synchronize everything in the church. And as a result, this doctrine of Trinity was released, and this became a massive fort in favor of Satan. And because of this Trinity, people are blinded from the will of the Father, and they are unable to repeat these verses that repeat that that we will be brothers of our Lord, that Jesus will be brother for us, that we will be brothers of our Lord Jesus Christ and co-heirs with our Lord Jesus Christ. They are unable to repeat these verses even though they read it. Hallelujah. So, ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ചിന്തിച്ചത് ഈ ട്രിനിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ വചനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബൈബിളിൽ നിന്ന് വചനം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമ്മളത് വായിച്ചാലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് വായിച്ചാലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മളിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. ഇത് മനസ്സിലാകാത്തവർക്ക് പറയാം. ഇതാ, ഒരിക്കല് ഒരാള് തോട്ടം വാങ്ങിച്ചു. ആ തോട്ടം വാങ്ങിച്ചപ്പോ അദ്ദേഹത്തിന് അതിന്റെ ഉള്ളില് ഒരു വീട്, ഒരു ഫാം ഹൗസ് സെറ്റ് ചെയ്യണം. അപ്പൊ ഫാം ഹൗസ് സെറ്റ് ചെയ്യാനായിട്ട് ലാൻഡ് നോക്കിയപ്പോ
അതുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡിൽ മുഴുവൻ കാപ്പിച്ചെടികൾ നിൽക്കുക, മറ്റു പല പല മരങ്ങൾ നിൽക്കുക. അങ്ങനെ ആ വീട് ഉണ്ടാക്കാനുള്ള, ഫാം ഹൗസ് ഉണ്ടാക്കാനുള്ള സ്ഥലത്തെ മുഴുവൻ കാപ്പിച്ചെടികളും മറ്റ് ചെടികളും മരങ്ങളും അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇതേപോലെ എന്നിട്ട് അവിടെ വീട് വെച്ചു. ഇതേപോലെ ട്രിനിറ്റി സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിലെ കുറെ വചനങ്ങൾ അങ്ങ് വെട്ടിക്കളഞ്ഞു. പിടുത്തം കിട്ടിയ പിന്നെ മേലാൽ ചർച്ചിൽ ആ വചനങ്ങൾ വായിക്കാൻ പറ്റൂല. അങ്ങനെയാണ് ചില വചനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ. So, dear brothers, now let us go through a few verses in the Bible which were struck out from the Bible in order to establish Trinity. By struck out, I don't mean that these were removed from the Bible; they are still in the Bible. But when a person reads these verses, they are blinded to these verses. They don't repeat these verses, or they don't read these verses in the church as well. So let me give you an analogy. So once there was a person who went and bought a small plantation, and in the middle of the plantation, he wanted to build a small farmhouse. And in the locality that he wished to build a farmhouse, he saw that there are many coffee plants and some other plants over there. But in order to build that farmhouse, he cut down all these other plants and built his farmhouse in that location. In the same way, there are many verses in the Bible which are struck out in the sense that these are no longer read in the churches. Even if people read it, they don't really repeat it, or they are blinded to this because of the doctrine of Trinity. Let us go through some of those verses. അതില് ഒരു വേടാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. ചർച്ചിലും മിണ്ടാൻ പറ്റൂല, വെട്ടിക്കളഞ്ഞവനെ. കാരണം ആദങ്ങാൻ എടുത്തിട്ട് ട്രിനിറ്റി പൊട്ടി. നിങ്ങറിയോ? അതുകൊണ്ട് ഒരുത്തരും ഒന്നും വിടൂല. അത് സാക്ഷാൽ യേശു ക്രിസ്തു മനുഷ്യനോട് പറയുന്ന വാക്കല്ല, നേരെ തന്റെ അപ്പനോട് പറയുന്ന വാക്ക. ആ വാക്ക് വേറൊന്നുമല്ല. യേശു ഇങ്ങനെ പറഞ്ഞു, ഏക സത്യ ദൈവമായ നിന്നെയും യേശു നുണ പറയോ? എന്റെ ക്രിസ്ത്യാനികളെ, സഹോദരങ്ങളെ, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും, അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. യേശു ക്രിസ്തു ഒരിക്കലും നുണ പറയില്ല. ശ്രദ്ധിക്കുക, നാം ഈ വചനത്തിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ യേശുവിന്റെ ഹൃദയം നിറഞ്ഞ് കവിഞ്ഞതാണ് യേശു സംസാരിച്ചത്. നാം സാക്ഷാൽ യേശുവിന്റെ ശിഷ്യന്മാരാണ്. നാം ഈ വചനത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നാം യേശുവിനെ നുണയനാക്കും. ഈ വചനം അതുകൊണ്ട് ചർച്ചകളിൽ വായിക്കില്ല. കാരണം ഈ വചനം വായിച്ചാൽ ത്രിയേക ദൈവം എന്ന് ക്രിസ്തു ശിഷ്യന്മാരും പോയ ശേഷം ഒരു 10-12 തലമുറ കഴിഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ തത്വം തകർന്ന് താഴെ വീഴും. അതുകൊണ്ട് സഭകളിൽ ആ വചനം വായിക്കില്ല. So, dear brothers, one of those verses which are struck out from the Bible is John chapter 17 verse 3. So this is a verse that is rarely read in the churches right now, because if they read this verse, that would mean that then the tower of Trinity will crumble and fall down. And this is a verse that is spoken by our Lord Jesus himself, and he is not speaking it to his disciples. Instead, he is speaking it to his Father. And he says, "This is eternal life, that they may know you, the only true God, and Jesus Christ, whom you have sent." So, dear brothers, if you truly
believe this verse, then you are disciples of our Lord Jesus Christ. But if you do not believe this verse, then you are making Jesus into a liar. മറ്റു വചനങ്ങൾ ബൈബിളിൽ നിന്ന് റീപ്ലേസ് ചെയ്ത തലത്തിലുള്ള മറ്റു വചനങ്ങൾ ശ്രദ്ധിക്കാം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 11-12 യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എന്ന വചനം സഭകളിൽ വായിക്കില്ല. വായിച്ചു കഴിഞ്ഞാൽ ഈ യേശുക്രിസ്തുവാണ് അത്യുന്നതനായ ദൈവം എന്നുള്ളത് സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. ഹെബ്രായ ലേഖനം 2:11-12 നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ശ്രദ്ധിച്ചേ, ഇത് എവിടെയെങ്കിലും സഭകളിൽ വായിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തു സഭാമധ്യേ സ്വർഗസ്ഥ പിതാവിനെ സ്തുതിക്കും. മറ്റൊന്ന്, യേശുക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഇത് ആ ത്രിയേകത സ്ഥാപിക്കാൻ വേണ്ടി ബൈബിളിൽ നിന്ന് ആ കാപ്പിച്ചെടി വെട്ടിക്കളഞ്ഞതുപോലെ ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റിയ മറ്റൊരു വചനമാണ്. ഇതും സഭകളിൽ വായിക്കാൻ പറ്റില്ല. വായിച്ചു കഴിഞ്ഞാൽ ത്രിയേകതയൊക്കെ മാറും. യേശുക്രിസ്തു പുതിയ സൃഷ്ടിയിൽ നമ്മുടെ സഹോദരനാണെന്ന് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതും ബൈബിളിൽ വായിക്കാൻ പറ്റത്തില്ല, ഇതും ചർച്ചകളിൽ വായിക്കാൻ പറ്റത്തില്ല. Dear brothers, another couple of verses which are not usually read in the normal churches, in most churches, primarily because it goes against the doctrine of Trinity, is Hebrews chapter 2 verse 11 and 12. So the problem, in this verse you can see that Jesus says he said he's not ashamed to call them brethren. So if they read this verse, then this tower of Trinity will again crumble down, and they won't be able to preach. They won't be able to preach Trinity. So let me read this verse. This is Hebrews chapter 2 verse 11 and 12. For both he who sanctifies and those who are sanctified are all from one Father, for which reason he is not ashamed to call them brethren, saying, I will proclaim your name to my brethren. In the midst of the congregation, I will sing your praise. So there are like two things over here. One, Jesus is singing the praise of the Father in the congregation. So if Jesus is co-equal in the Trinity, this cannot happen. And again, Jesus is calling us his brethren. Again, this goes against the doctrine of Trinity. So because of these two verses are also not usually read in most churches. മറ്റൊരു വചനം, ചർച്ചകളിൽ വായിക്കാൻ പറ്റാത്ത മറ്റൊരു വചനം, റോമ 8:29. ഇതിലും യേശുക്രിസ്തു നമ്മുടെ സഹോദരനായി മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തലം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതും വായിക്കാൻ പറ്റില്ല. നമ്മളെ യേശുവോട് അനുരൂപമാകാൻ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതും വായിച്ചാലുള്ള അപകടം എന്ന് പറയുന്നത്, നാം അങ്ങാരും യേശുവിനോട് അനുരൂപമായാൽ, യേശു ആരാണ്? ട്രിനിറ്റി പ്രകാരം, മോഡലിസം പ്രകാരം അത്യുന്നതനായ ദൈവം. നാം എങ്ങാനും ആരെങ്കിലും അവിടെ എത്തിച്ചേർന്നാൽ, യേശുവിനോട് നാം എങ്ങാനും അനുരൂപമായി തീർന്നാൽ, നാം മറ്റൊരു അത്യുന്നത ദൈവമായി മാറി. അല്ലേ? ഓ, എത്ര വലിയ കാണിച്ചു വെച്ചിരിക്കണേ. പിന്നെ എങ്ങനെ ഇത് ചർച്ചിൽ വായിക്കാൻ പറ്റും? എന്റെ മക്കളെ, ഇത് യേശു ക്രിസ്തുവോ അപ്പസ്വലന്മാരൊന്നും ഉണ്ടാക്കിയതല്ല ഈ പരിപാടി. അവരെല്ലാം പോയ ശേഷം പൊടിയ ചെന്നായ്ക്കൾ, ജാജിന്റെ ആളുകൾ കയറി നമ്മുടെ നല്ല സഹോദരന്മാരെയും
ഉണ്ടാക്കി വെച്ച ക്രമീകരണങ്ങളാണ്. അതുകൊണ്ട് റോമ 8:29 നമുക്ക് വായിക്കാനായിട്ട് കഴിയുകയില്ല. എന്താ റോമ 8:29 എന്നൊക്കെ വായിച്ച്? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മളെങ്ങാനും ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് മുൻനിയമിക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ അനുഭവമായാൽ നമ്മളും മറ്റൊരു അത്യുന്നത ദൈവമായി മാറും. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ അത്യുന്നത ദൈവമാകാൻ വേണ്ടി വിളിച്ചിട്ടില്ല, ദൈവപുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവപുത്രനും അത്യുന്നത ദൈവവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ പ്രവൃത്തിയിൽ ഒന്ന്, സ്വർഗീയ പിതാവ് പ്രവൃത്തിയിലെല്ലാം സ്വയമേ ചെയ്യുന്ന വ്യക്തിത്വം. ഞാൻ ആരംഭിക്കുന്ന തന്റെ സ്വയത്തിൽ നിന്ന് എല്ലാം ഏകമായി ചെയ്യുവാൻ കഴിയുന്ന വ്യക്തി. ദൈവപുത്രനായ ക്രിസ്തു ഒന്ന് സ്വയമേ ചെയ്യുവാൻ കഴിയുകയില്ല. എല്ലാം തന്റെ പിതാവ് കാണിച്ചു കൊടുത്ത് മാത്രമേ തനിക്ക് ചെയ്യുവാനായിട്ട് കഴിയൂ. നമ്മളും അങ്ങനെ തന്നെ ആകാനാണ് സ്വർഗീയ പിതാവ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇന്നത്തെ പോലെ എല്ലാം സ്വയമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാകാൻ വേണ്ടിയല്ല. So, dear brothers, another verse that that they have difficulty reading in most churches today is Romans chapter 8, verse 29. This verse is, "For those whom he foreknew, he also predestined to become conformed to the image of his Son, so that he would be the firstborn among many brethren." So here again they have difficulty reading this. One, this would mean that Jesus will be our brethren. Secondly, it means that we'll be conformed to the image of Jesus. So if according to the Trinity or according to modalism, since according to the Trinity and since according to modalism, Jesus is the Almighty God, that would mean that we would also be conformed to the image of the Almighty God. And how can that be? So this is the reason. Due to this doctrine of Trinity, they don't usually read these verses. They usually skip over these verses as well. Dear brothers, we are not called to be conformed to the image of the Almighty God. We are called to be conformed to the image of Lord Jesus Christ, and Jesus is not the Most High or Almighty God. And the difference between Jesus and the Father is, Father can do all things by himself, and Father has everything starts from the Father, and he has the ability to do all things by himself. But as for Jesus, Jesus has said that he can do nothing by himself. He does everything that the Father shows him. മറ്റൊരു വചനം വായിക്കാൻ പറ്റാത്തത് ഹെബ്രായ ലേഖനം 1:2 ആ വാക്യം പറയുന്നു, യേശു ക്രിസ്തു ഉടമസ്ഥനല്ല, യേശു ക്രിസ്തു അവകാശിയാണ്. ട്രിനിറ്റി ഉപദേശത്തിൽ പറയുന്നത് സ്വർഗസ്ഥ പിതാവും ക്രിസ്തു യേശു ഈക്വലാണ്. അതായത് സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും കോയിക്കലാണ്. 3 വ്യക്തികൾ കോയിക്കലാണ് നിലകൊള്ളുകയാണ്. അതിന്റെ അർത്ഥം എന്തൊക്കെ സ്വർഗസ്ഥ പിതാവ് 33.3% ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചേർത്താലും ചിന്തിക്കാം. 33.3 33.3 കോയിക്കൽ എന്ന് പറയുമ്പോ ഒരാൾക്കുള്ളത് അതേ പവർ, അതേ അധികാരവും മറ്റേ ആൾക്കുണ്ട്. ഒരാൾക്ക് എന്തുണ്ടോ അത് മറ്റേ ആൾക്കുണ്ട്. എന്നാൽ ഇവിടെ സ്വർഗസ്ഥ പിതാവ് ഓണറാണ്. യേശു ക്രിസ്തു ഒന്നിന്റെയും ഓണറല്ല, യേശു ക്രിസ്തു അവകാശിയാണ്. ഇത് എടുത്തു പറയുവാൻ ഈ ത്രിയേക സിസ്റ്റത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഹെബ്രായ ലേഖനം 1:2 വായിച്ചേ. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, പുത്രനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, പുത്രൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ശ്രദ്ധിച്ച്, പുത്രൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി, പുത്രനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ഓണറും അവകാശി എങ്ങനെയാ കോയിക്കലാകുന്നേ? ഹല്ലേലൂയ.
അതുകൊണ്ട് ത്രിയേകതയിൽ ഓണറും ഇവരെല്ലാം തുല്യരാണ്. ഒരാൾ ഓണറാണ്, മറ്റേയാൾ ഓണറാണ്, പരിശുദ്ധാത്മാവും. പിതാവ് ഓണറാണ്, പുത്രനും ഓണറാണ്, പരിശുദ്ധാത്മാവും ഓണറാണ്. എന്നാൽ ഇവിടെ പുത്രൻ ഓണറല്ല, അവകാശിയാണ്. ഇത് ശ്രദ്ധിക്കുക, പുത്രൻ റോമ 8:29 നമ്മൾ തൊട്ടുമുമ്പ് വായിച്ചതുപോലെ അതിന്റെ 27-ൽ 29-ൽ നാം പുത്രന്റെ സഹോദരങ്ങളാണെന്ന് പറയുന്നു. എന്നാൽ അതിന്റെ 17-ൽ അത് ഉറപ്പിക്കാൻ വേണ്ടി സഹോദരങ്ങളാണെങ്കിൽ നമ്മൾ ക്രിസ്തുവോട് കൂട്ടവകാശികളുമാണ്. ഉറപ്പിക്കാൻ വേണ്ടി സീലടിച്ച് സൈനടിച്ച് ദൈവത്തിന്റെ വചനം തരികയാണ്, നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളാണ്. ഏത് വഴി? അതുകൊണ്ടാണ് നമ്മൾ കൂട്ടവകാശികളായി തീർന്നത്. ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമായി തീരുന്നു. ഈ വചനങ്ങളൊന്നും ഈ ത്രിയേക സിസ്റ്റം പഠിപ്പിക്കുന്ന ഓട്ടത്ത്, അല്ലെങ്കിൽ യേശുവാണ് അത്യുന്നതനായ ദൈവം എന്ന് പഠിപ്പിക്കുന്ന ഓട്ടത്ത് വായിക്കാൻ പറ്റില്ല. ത്രിയേകത സ്ഥാപിക്കാൻ, ആ വീട് വെക്കാൻ, ആ തോട്ടത്തിൽ നിന്ന് കുറെ കാപ്പിച്ചെടികൾ വെട്ടിക്കളഞ്ഞതുപോലെ ഈ വചനങ്ങളൊക്കെ ഈ ത്രിയേകത സ്ഥാപിക്കാൻ ബൈബിളിൽ നിന്ന് വായിക്കാൻ കഴിയാതിരിക്കുക. Dear brothers, another verse that they are unable to read in most churches today is Hebrews chapter 1 verse 2, where it is said that Jesus is the heir to all things. So here it says that Jesus is not the owner of all things. The Father is the owner of all things, but Jesus is the heir to all things. So that means that Jesus and Father are not equal. In the doctrine of Trinity, Jesus and Father are co-equal. So what that means that all the authority that the Father has, Jesus also has in the exact same measure. So it's in the doctrine of Trinity, Jesus, Father, and the Holy Spirit are co-equal. So that would mean that both Jesus and Father will have 33.3% of the ownership. So, but here you can see that because of that they are unable to read this verse, because here it says that this verse does not call Jesus as the owner of all things. Instead, it calls Jesus as the heir of all things. So let me read this verse. In these last days has spoken to us in his Son, whom he appointed heir of all things. So I repeat, whom he appointed heir of all things, through whom also he made the world. So here we can see that Jesus is appointed the heir of all things. So because of that, this contradicts the doctrine of co-equality in Trinity, and they are unable to speak this verse in most churches today. And in order to confirm this with seal again, we can see in Romans chapter 8 verse 17, it says of us, if children, heirs also, heirs of God and fellow heirs with Christ. So you can see that we are also heirs of God and fellow heirs with Christ. So none of these verses they can speak because of the doctrine of Trinity. It is like what was mentioned before, where there is a coffee plantation and someone and a person, if he wants to build a farmhouse somewhere in the middle, he cuts down all the coffee trees at that location and builds the farmhouse. In the same way, because of this doctrine of Trinity has come in, these verses were in that sense cut down from the Bible in order to establish the doctrine of Trinity. മറ്റൊരു വചനം സഭകളിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊളോസ്യ ലേഖനം 1:15. അതിൽ പറയുന്നത് യേശുക്രിസ്തു മറിയയിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിച്ചതിനെ കുറിച്ചല്ല, പകരം ക്രിസ്തു സർവ സൃഷ്ടികൾക്കും ആദ്യമായി പിതാവിൽ നിന്ന് ജനിച്ചവനാണ് എന്നുള്ളത്. പലപ്പോഴും ആളുകൾക്ക് അത് വായിക്കുമ്പോൾ ഒരു ഇടർച്ചയാണ്. അതിൽ ഇടർച്ച ഉണ്ടാകേണ്ട ഒരേ ആവശ്യവുമില്ല. പക്ഷേ അവരുടെ മനസ്സിലെ ചിന്താഗതിയിൽ അവരിടറിപ്പോകും. ബൈബിൾ സത്യവേദപുസ്തകമാണ്, സത്യം മാത്രമേ പറയൂ. അവിടെ പറയാണ് യേശു ക്രിസ്തു സർവ സൃഷ്ടികൾക്ക് മുൻപുള്ള ആദ്യജാതനാണ്, ദൈവത്തിന് ആദ്യമായി ജനിച്ചതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം നമ്മളെ സ്നേഹിച്ചു. യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ്, ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ ആദ്യത്തെ മകനാണ്.
സർവ സൃഷ്ടികൾക്ക് മുമ്പുള്ളത്. ഇതും സഭകളിൽ വായിക്കുവാൻ കഴിയുകയില്ല. വായിച്ചാട്ടെ. യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഹല്ലേലൂയ. സർവ സൃഷ്ടികൾക്കും ആദ്യമായി ജനിച്ചവൻ. ഹല്ലേലൂയ. അപ്പോ ഇതും വായിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഈ ത്രിയേകത കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്. So, dear brothers, another verse that they are unable to read because of this doctrine of Trinity is Colossians chapter 1, verse 15. So here it says that Jesus is the image of the invisible God. Let me read the verse. It says he is the image of the invisible God, the firstborn of all creation. So when many people read this, they are faltered. They falter at these verses because it calls Jesus the firstborn of all creation. So this does not speak about the Jesus's birth through Mary. Instead, this speaks about Jesus' birth before all creation happened. So Jesus was born from the Father before all creation happened, and that's why Jesus is called. Excuse me, ജീസസ് അല്ല, ക്രൈസ്റ്റ്. ജീസസ് ഫ്രഷ്ലി ബർത്ത് ആണ്. ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ ദൈവപുത്രൻ. കറക്റ്റ്. So let me make a small correction. So it speaks about Christ who was incarnated into this world as Jesus, but Christ existed even before he incarnated as Jesus. So this speaks about the birth of Christ before all creation, and Christ was born from the Father before all creation. That's why Christ is called as the only begotten Son in John chapter 3 verse 13, where also please, it's the word that he gave us his only begotten Son, so that those who may believe in him may not perish but have eternal life. So you can see that Jesus, the Christ who was incarnated into this world as Jesus, is the firstborn of all creation and born from the Father before all creation. And because of this, again, because of the doctrine of Trinity, they are unable to speak this verse as well. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കാം, ബൈബിളിലെ ഒരു വചനവും തെറ്റില്ല. മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഒരു വചനം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പദ്ധതി നമുക്ക് നിർത്താം. ശ്രദ്ധിച്ച്, ത്രിയേക ആ ഉപദേശം അനുസരിച്ച്, ത്രിയേക ദൈവം എന്ന ഉപദേശം അനുസരിച്ച് യേശു ക്രിസ്തു പിതാവിനൊപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് വായിക്കാൻ പറ്റാത്ത മറ്റൊരു വചനമാണ് 1 Corinthians chapter 11 verse 3. അവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പോ ക്രിസ്തുവാണോ മുകളിൽ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവാണോ മുകളിൽ? സ്വർഗസ്ഥ പിതാവാണ് ക്രിസ്തുവിന്റെ ഹെഡ്. നമ്മുടെ തല ക്രിസ്തു, നമ്മുടെ മുകളിൽ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ തല ദൈവം. ഇതും സഭകളിൽ വായിക്കാൻ പറ്റില്ല. കാരണം ഈ ത്രിയേക ഡോക്ട്രിൻ വെച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കോ-ഈക്വൽ. ഇതും വായിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതൊന്നും ചർച്ചകളിൽ വായിക്കത്തില്ല. നിങ്ങള് ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ദൈവ ഇഷ്ടത്തെ തടയുന്ന ഇങ്ങനെയുള്ള എല്ലാറ്റിനെയും നമ്മുടെ ജീവിതത്തിൽ മാറ്റിയിട്ട് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടമായ ദൈവപുത്രന്മാരായി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, ഇത് പറയാൻ പഠിക്കണം. ഇങ്ങനെ ഇതിന് പേടിക്കരുത്. ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് പറയാൻ മടിക്കരുത്. ബൈബിളാ പറയുന്നത് ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, കൂട്ടവകാശികളായി നമ്മളെ വിളിച്ചിരിക്കുന്നു. എന്തിനാ പേടിക്കണേ ഇത് പറയാൻ? ബൈബിളിലെ നിങ്ങൾ ആവർത്തിക്കുന്നേ. അപ്പോ ധൈര്യമായിട്ട് പറയാൻ തുടങ്ങുക. ദൈവം എന്നെ വിളിച്ചത്, സുവിശേഷം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ പറയണം, ദൈവം എന്നെ വിളിച്ചത് ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി എന്നെ ക്രിസ്തുവിലൂടെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്തിനാ പേടിക്കണേ? ഇതല്ലയോ ദൈവ ഇഷ്ടം, ഇതല്ലയോ സുവിശേഷം. ജയിച്ചാൽ
നാം ദൈവത്തിന്റെ കുടുംബമായി തീർന്നു. ഹല്ലേലൂയ. മോനെ. So, dear brothers, let us read one more verse before closing. So this verse again, they are unable to speak this in most churches, and that is 1 Corinthians chapter 11 verse 3. And here it says that, but I want you to understand that Christ is the head of every man, and the man is the head of a woman, and God is the head of Christ. So here it says that God is the head of the Christ. So according to the Trinity, Jesus and the Father both are co-equal and completely co-equal with each other. So because of that, they are unable to read this verse again, which says that God is the head of the Christ. That means God is above Christ. So they are unable to read this again. So dear brothers, even though they are unable to read this in most regular churches, I want you to read this in your private reading, and according to the grace that the God gives you, understand this and understand the will of the Father. And understanding the will of the Father, remove from your life all doctrines and everything that comes as a barrier in doing the will of the Father. Dear brothers, when anyone asks you what is a gospel, proudly proclaim that the gospel is that we are all sons of God, brethren of our Lord Jesus Christ, and co-heirs with our Lord Jesus Christ. And we should be able to proudly proclaim that. And it is by doing that we'll be doing the will of the Father. ഹല്ലേലൂയ. ഒന്നുകൂടി ക്ലിയർ ആക്കാം. എന്താണ് സുവിശേഷം? ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം എന്നെ തന്റെ കുടുംബത്തിലേക്ക്, ഏത് കുടുംബത്തിലേക്ക്? ദൈവ കുടുംബത്തിലേക്ക് തന്റെ മകനായി, ക്രിസ്തുവിന്റെ സഹോദരനായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി, ക്രിസ്തുവോടുകൂടെ കിങ്ഡം പങ്കിടുന്നവനായി മരണമുള്ള മനുഷ്യന്റെ വീട്ടിൽ ജഡിക ജനനം ജനിച്ച എന്നെ വിളിച്ചിരിക്കുകയാണ് ദൈവത്തോട് ഒരുമിച്ച് ജീവിപ്പാൻ, ക്രിസ്തുവിലൂടെ ദൈവവുമായി ഒന്നാകുവാൻ. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുകയാണ്. അങ്ങനെ എന്നെ ദൈവ കുടുംബമാകാൻ വിളിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇത് തിരിച്ചറിയാം. ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നത് എന്തു വന്നാലും, എത്ര നല്ല ആത്മീയത പൊലിഞ്ഞതായാണെങ്കിലും അത് നമ്മുടെ ശത്രുവാണ്. അതിനെ നാം മാറ്റിക്കൊള്ളുവാൻ ഇടയാകണം. So, dear brothers, let me repeat again. When anyone asks you what the gospel is, you should be able to say that God has called me and us to be his son, to be the brother of his son Jesus Christ, and co-heirs with his son Jesus Christ, and and God has called me, who was born as a son of man in this world, to be a son of God, to be a son of God in his kingdom through his son, our Lord Jesus Christ. He has called us to do that, and given us the spirit of sonship, so that we can call him Abba Father, and become his sons in his kingdom, and so that when we win, we will be his family. മനസ്സിലായോ? ശ്രദ്ധിച്ചേ. ദൈവം തന്റെ കുടുംബത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഇതാണ് ബൈബിളിലെ സന്ദേശം. ഈ സന്ദേശത്തെ തടയുന്നത് പിശാച് ബൈബിളിലെ മറ്റു മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളിലും നമ്മളെ കുരുക്കി നമ്മളെ അവിടെ കൊണ്ട് തടഞ്ഞിരിക്കുക. അതുകൊണ്ട് ബൈബിളിലെ സന്ദേശത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല, ദൈവ ഇഷ്ടത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ അവിടെ ഇവിടെയും ട്രിനിറ്റിയും മോഡലിസവും പിന്നെ ചിലയിടത്തൊക്കെ ആരാധനയും ഒക്കെ കൊണ്ട് നമ്മളൊക്കെ തടയപ്പെട്ടു. ദൈവ ഇഷ്ടത്തിലേക്ക് വരുന്നില്ല.
ദൈവ ഇഷ്ടത്തെ തടയുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. അത് ട്രിനിറ്റി ആയാലും മോഡലിസം ആയാലും ആരാധനയായാലും എന്തായാലും ദൈവ ഇഷ്ടത്തെ തടയുന്നത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. എല്ലാം അതിൻ്റെതായ ക്രമത്തിൽ നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് യേശു ആവശ്യപ്പെടുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന അവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോ ആ പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ ദൈവത്തിന്റെ കുടുംബമാക്കി മാറ്റാനാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നീ തന്നെ ദൈവത്തിന്റെ ഭവനമായി മാറും. നമ്മൾ ദൈവത്തിന്റെ കുടുംബമായി മാറും. അതിനായി ദൈവം നമ്മളെ വിളിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. So, dear brothers, God wishes that we be a family of His, and this is the will of God. And do not allow other doctrines like Trinity or modalism to stop you from understanding this will of God, that God wants us to be His family. And do not allow excessive focus on worship also to stop us from doing the will of God, to be His family and to grow as His sons. So, dear brothers, remove all such things from your life, and remove all such things from your life and focus on doing the will of the Father. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, എല്ലാ കണ്ണലും അടയട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് ചതിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹം. പിശാചിനാൽ ചതിക്കപ്പെട്ട സമൂഹം. സന്ദേശത്തിന്റെ തുടക്കത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നു, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവർ ആകരുത്. ഇത് യുദ്ധതന്ത്രമാണ്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടും നമ്മൾ ജഡരക്തനോട് പോരാടുന്നു. പോരാട്ടമുള്ളത് പിശാചിനോടും അവന്റെ സകല സൈന്യത്തോടാന്ന് പറഞ്ഞിട്ടും നമ്മൾ അതിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സാത്താൻ നമ്മളെ തോൽപ്പിച്ചിട്ടില്ല. ദൈവ ഇഷ്ടം എന്തെന്ന് നമുക്ക് അറിയില്ല. പകരം ബൈബിൾ ആവശ്യപ്പെടാത്ത പല കാര്യങ്ങളും എടുത്തുകൊണ്ട് നമ്മൾ ഓടുന്നു. ട്രിനിറ്റി എടുത്തുകൊണ്ട് ഓടുന്നു. അതിനെ തെളിയിക്കാൻ വേണ്ടി സമയം കളയുന്നു. മോഡലിസം എടുത്തോണ്ട് ഓടുന്നു. അതിനെ തെളിയിക്കാൻ വേണ്ടി സമയം കളയുന്നു. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. അപ്പൊ ദൈവ ഇഷ്ടം ചെയ്താലേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയും. ദൈവ ഇഷ്ടമാണ് നമ്മുടെ വിഷയം. ആ ദൈവ ഇഷ്ടത്തെ തടയുന്നത് എന്തോ, അത് എന്തിന്റെ പേരിൽ അറിയപ്പെട്ടാലും നമ്മുടെ ജീവിതം മാറ്റിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് ക്രിസ്തുവോട് പഠിച്ച് ക്രിസ്തുവിനെ തലയോളം വളർന്നു സ്വർഗീയ പിതാവിന്റെ മാറിലണയുവാൻ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി സത്യവും ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ പിതാവിന്റെ അടുക്കൽ എത്തുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന. യേശു ക്രിസ്തുവിന്റെ വായിലൂടെ വളരെ വ്യക്തതയോടെ പറയുന്നു. അതിനെ മറയ്ക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ആ ധൂർത്തപുത്രൻ ആ പിതാവിന്റെ ഭവനത്തിൽ എത്തുന്നതായിരുന്നു ആ പിതാവിന്റെ സന്തോഷം. അതേപോലെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലൂടെ ആ പിതാവിന്റെ ഭവനത്തിൽ എത്തുക. തെറ്റിച്ച് കളയുന്ന പിശാചി തന്ത്രങ്ങൾ വീഴാതെ, അറിവില്ലാത്ത നമ്മളെ പൂർവ്വപിതാക്കന്മാരുടെ ആ ഒരു തലത്തിലല്ല, പകരം അതിലെല്ലാം ഉപരി നമ്മളുടേതായ ട്രഡീഷൻ ആരംഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. നമ്മുടെ ആരംഭം ക്രിസ്തുവാണ്. നമ്മുടെ വളർച്ചയുടെ പൂർണ്ണത ക്രിസ്തുവാണ്. നമ്മുടെ ആൽഫ ആൻഡ് ഒമേഗ ക്രിസ്തുവാണ്. സകലത്തിന്റെയും ആൽഫ ആൻഡ് ഒമേഗ സ്വർഗസ്ഥ പിതാവ്. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ത്രിയേക ദൈവത്തെ സ്ഥാപിക്കാൻ ബൈബിളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ വചനങ്ങൾ എന്ന ടൈറ്റിലിന്റെ കീഴെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങോ അങ്ങയുടെ പുത്രനായ ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ സ്ഥാപിക്കാത്ത AD 381 സ്ഥാപിക്കപ്പെട്ട ആ ഉപദേശം ഞങ്ങളെ ദൈവ ഇഷ്ടം ചെയ്യുന്നതിൽ നിന്ന് വലിച്ചു മാറ്റി സുവിശേഷം എന്താണെന്ന് അറിയാനോ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നു.
പിശാചിന്റെ യുദ്ധതന്ത്രങ്ങളിൽപ്പെട്ട് ഞങ്ങൾ വലഞ്ഞു. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവരാജ്യ സുവിശേഷം വെളിപ്പെട്ടപ്പോൾ അങ്ങ് ഞങ്ങളെ ദൈവഇഷ്ടത്തിൽ നിന്ന് തടയുന്ന ഓരോന്നിൽ നിന്നും ഞങ്ങളെ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്താ സ്വതന്ത്രമാകുന്നതിനായി നന്ദി. ഈ മക്കളെ അവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതിനെ എതിർക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവർക്ക് സുബോധം കൊടുക്കണം. നല്ല പിതാവേ, പിശാചിന്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളിലൂടെ നടക്കപ്പെടുവാനായിട്ട് ഇടയാകും. ഈ നിമിഷം ഈ വചനത്തിലൂടെ ദുഷ്ടൻ അനേക നാളുകളായി കെട്ടിയിട്ട ആ ബന്ധനങ്ങൾ, ആ കോട്ടകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. സർവമഹത്വവും സ്വർഗീയ പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. കുടിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരാവരിൽ വ്യാപരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വേദനയുള്ള ഭാഗങ്ങളിൽ, രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ചാട്ടെ. ജീവിതത്തിൽ എവിടെയെങ്കിലും പാപത്തിന്റെ കണിയാൽ കടന്നു വന്ന് പിശാചിന് ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം യേശു രക്തത്താൽ ഈ നിമിഷം ഒന്ന് കഴുകുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്താണ്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തോടെ കരങ്ങൾ വെച്ച ജനത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ കടന്നു വരട്ടെ. ദൈവത്തിന്റെ സൗഖ്യം അവരുടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സമാധാനം ജീവനും അവരുടെ മേൽ കൽപ്പിക്കുക. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ കൽപ്പിക്കുക. എല്ലാ മേഖലയിലും ഇവരുടെ അനുഗ്രഹമായിരിക്കട്ടെ. സർവ്വമഹത്വ സ്വർഗീയ പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.